നമസ്കാരം. ഒരു വ്യക്തിക്ക് പല വിധത്തിൽ വിഷമങ്ങൾ ബാധിച്ചു എന്ന് വരാം, പ്രയാസങ്ങൾ കടന്നു വരാം. അതവർ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. അല്ലെങ്കിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചതികളാൽ സംഭവിക്കാവുന്നതുമാണ്. അവർക്ക് മുൻപിൽ ഇനി മറ്റ് വഴികളില്ല എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും അതിന് മുന്നോടിയായി ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ആ ദേവതയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ചില വ്യക്തികൾ മൂലം അല്ലെങ്കിൽ ഒരു വ്യക്തി മൂലം നിങ്ങൾ പ്രയാസപ്പെടുന്നതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രയാസപ്പെടുന്നതായ വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അഥവാ നിങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാകാം അത്. അവർ ഒരു തെറ്റിദ്ധാരണ മൂലം നിങ്ങളിൽ നിന്നും അകന്ന് വേർപെട്ട് പോയതുമാകാം. എന്നാൽ അവർ വളരെ പശ്ചാത്താപത്തോടെ നിൽക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിയുടെ എനർജിയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അവർ പല കാര്യങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. അത്തരത്തിൽ ചെയ്തു പോയിട്ടുള്ളതായ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം വിഷമം അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അല്ലെങ്കിൽ മനസ്സിൽ അത്തരം ചില ചിന്തകളുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്നതിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തിരിച്ചടികളോ അല്ലെങ്കിൽ ചില തിരിച്ചടികളോ വളരെ ഖേദകരമായ അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങളോ ഉണ്ടായതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഇവർ ഒരുപാട് വിശ്വസിച്ച വ്യക്തികളിൽ നിന്നും ഓർക്കാപ്പുറത്ത് ലഭിച്ച തിരിച്ചടിയാകാം അത്. പ്രതീക്ഷിക്കാതെ ലഭിച്ചതിനാൽ ഇവർക്ക് വളരെയധികം വിഷമം അല്ലെങ്കിൽ ആ വിഷമം താങ്ങാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. മനസ്സിനെ വല്ലാതെ ഉലച്ച വേദനിപ്പിച്ചതായ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ തെറ്റായ സ്വാധീനം അല്ലെങ്കിൽ അവരുടേതായ ആ ശീലങ്ങൾ ദുശീലങ്ങൾ കൊണ്ടും വഴിതെറ്റിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം അവർ. ഭഗവാൻ തന്നെ അവർക്ക് താക്കീത് നൽകുന്ന രീതിയിൽ ചില തിരിച്ചടികൾ നൽകിയതും ആകാവുന്നതാണ്. തിരിച്ചടികൾ ചില വ്യക്തികളുടെ തിരിച്ചറിവിന് കാരണമായി തീരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ ഈ വ്യക്തി പശ്ചാത്തപിക്കുന്നു അഥവാ ചില തിരിച്ചറിവുകളാൽ പശ്ചാത്തപിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുമായി ഇപ്പോൾ അധികം ബന്ധം പുലർത്താത്ത വ്യക്തികളായിരിക്കാം അത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ അഥവാ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റം സംഭവിച്ചതായി കാണുന്നുമുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഉള്ള സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള പരിവർത്തനങ്ങളും അവർക്ക് സംഭവിച്ചിട്ടുള്ളതായും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ചിന്തകളിലും പെരുമാറ്റത്തിലും ഇത്തരത്തിൽ വളരെയധികം മാറ്റങ്ങൾ അവർക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് പോയ വ്യക്തികളാകാം അവർ. നിങ്ങളെ ചതിച്ചതിന് അല്ലെങ്കിൽ വേദനിപ്പിച്ചതിന് ഈ വ്യക്തിക്ക് കുറ്റബോധമുണ്ട് എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നതായ സാഹചര്യവുമുണ്ട്. തിരിച്ചറിവുകളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളോട് തുറന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളുടെ വില, നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളുടെ സാമീപ്യം അവർ ശരിക്കും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ വരെ ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് പൊറുക്കുവാൻ സാധിക്കാത്തതായ പല അവസ്ഥകൾക്കും ആ വ്യക്തി കാരണമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അത് അവരുമായി ബന്ധപ്പെട്ടാകുന്നു. ഭഗവാൻ തന്നെ അതിന് വഴിയൊരുക്കി കൊടുത്തു എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നു എങ്കിൽ അത് ഫലം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണ് ഇത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുക. ഏതൊരു വിധത്തിലും നിങ്ങളെ സമീപിക്കണം എന്ന ചിന്ത അവരിലുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുമായി കോണ്ടാക്റ്റിന് വളരെയധികം സാധ്യതയുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരു വ്യക്തി മൂലം വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പലരും അത്തരത്തിൽ വിഷമിച്ച് ഇരിക്കുന്നവരാകുന്നു. ഇവർ മൂലം ഉണ്ടായിരിക്കുന്നതായ വിഷമതകൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നും നിങ്ങൾ പതിയെ പുറത്തു കടക്കുവാൻ ശ്രമിക്കുന്നതായാണ് കാണുന്നത്. അത് എളുപ്പമല്ല എന്ന് നിങ്ങൾക്കും അറിയാം. എന്നാൽ ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ച് പലവിധ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പോലെ മുന്നോട്ട് പോയാൽ പോരാ എന്ന ചിന്ത നിങ്ങളിലുണ്ട്. ഇനിയും മെച്ചപ്പെടണം, ഇനിയും മുന്നോട്ട് പോകണം എന്ന വാശിയുള്ളതായി നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങൾ കേട്ട വിഷമങ്ങളും പരാജയങ്ങളും പ്രയാസങ്ങളും പതിയെ മറക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സ്നേഹിച്ച വ്യക്തി അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നും അത്രയും ഭീകരമായ വിഷമം, അത്തരത്തിലൊരു അനുഭവം നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകും എന്നും കാണുവാൻ സാധിക്കുന്നു. അതൊരു ചതിയാകാം, അത്തരത്തിലാകാം സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് തനിച്ചാക്കി പോയ വ്യക്തിയുമാകാം. നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കുവാൻ ശ്രമിക്കുന്നതായി കാണുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ, അഭിപ്രായങ്ങൾ സ്വീകരിക്കാതെ സ്വന്തം തീരുമാനത്താൽ മുന്നോട്ട് പോകുന്നതായി, അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. രഹസ്യ സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് പല കാര്യങ്ങളും, അതായത് നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ അഥവാ ലക്ഷ്യങ്ങൾ പുറത്ത് അറിയിക്കാതെ മുന്നോട്ട് പോകുന്നു. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തറിയിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ വിഷമതകളിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണം എന്ന ആത്മവിശ്വാസം, ഉറച്ചതായ തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തികളുടെ ഊർജവും ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഈ മാറ്റം, അതായത് പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളെ വിഷമിപ്പിച്ചിരിക്കുന്നതായ വ്യക്തികളുടെ ജീവിതത്തിൽ കർമ്മ പ്രതിഫലിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത്തരത്തിൽ കർമ്മ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിടയിൽ, അതായത് നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ വിലങ്ങുതടിയായി നിന്നവരെ അവർ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ചിരുന്ന ഇവർക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് എന്നും കാണുവാൻ സാധിക്കുന്നു. ആരെയൊക്കെയോ ഇവർ വല്ലാതെ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ സംഭവിച്ചതായ പ്രധാനപ്പെട്ട കാര്യം, ആ വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന് തന്നെ ഇവർക്ക് ചില തിരിച്ചടികൾ ലഭിച്ചിരിക്കുന്നു. അതിനാൽ
വിശ്വാസം നഷ്ടമായിരിക്കുന്നു, അവരിലുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ആരൊക്കെയോ അവരോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളതാണ്. അതവർ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഇപ്പോഴാണ് അത് തിരിച്ചറിയുന്നത് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവർ പ്രതീക്ഷിച്ച കാര്യത്തിൽ നിന്നും കൂടുതലായും ഇവർക്ക് അനുകൂലമായ ഫലം, അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചതായ ഒരു കാര്യത്തിൽ നിന്നും അവർക്ക് അനുകൂലമായ ഫലം ലഭിച്ചില്ല എന്നും കാണുവാൻ സാധിക്കുന്നു. ഇവർ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാത്തതായ സാഹചര്യമാണ്, അവസ്ഥയാണ് അവർക്ക് മുൻപിലായി ഉള്ളത്. മാനസികപരമായും ധനപരമായും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അത് പുറത്തറിയിക്കാതിരിക്കുവാൻ പരമാവധി ഇവർ ശ്രമിക്കുകയും അതിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. നല്ല രീതിയിൽ സന്തോഷത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള കഷ്ടപ്പാടിലാണ് അവർ. അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. വിഷമതകളുണ്ട് എങ്കിലും പുറമെ സന്തോഷത്തോടെ നിൽക്കുന്നതായി മറ്റുള്ളവർക്ക് മുൻപിൽ കാണിക്കുവാനുള്ള തത്രപ്പാടിലാണ് ഇവർ. അത്തരത്തിലാണ് ഇവർ നിൽക്കുന്നതായി കാണുവാൻ സാധിക്കുന്നത്. ഉറക്കം നഷ്ടപ്പെട്ടതായ അവസ്ഥയിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരുടെ മുൻപിൽ പലപ്പോഴും താഴ്ന്നു കൊടുക്കുവാൻ പ്രയാസം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായ വ്യക്തികളാണ് എങ്കിലും തെറ്റുകൾ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് ചെയ്തിരിക്കുന്നതായ പല തെറ്റുകളും തിരിച്ചറിഞ്ഞ് അത് പൊറുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള, അഥവാ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം ഇപ്രകാരമാകുന്നു: ആ വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരാം, അതിനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം ഭഗവാനെ നിങ്ങൾ ചിന്തിച്ച് വളരെയധികം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും ഭഗവാനെ കുറിച്ച്, അല്ലെങ്കിൽ ഭഗവാനെ ഒരു നിമിഷം ചിന്തിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ, അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ നിങ്ങൾക്കെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ ഏത് തീരുമാനവും നിങ്ങൾ എടുക്കുന്നതിന് മുൻപ് ആ വിശ്വസിക്കുന്ന ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുക.